ശബരിമലയിലത്തെ എല്ലാ സ്വർണവും എനിക്ക് പൂജിക്കാൻ തന്ന സ്വർണ്ണമെല്ലാം ഞാൻ വിറ്റുകാശാക്കിയിട്ട് എത്തിക്കേണ്ട ആൾക്കാരുടെ അടുത്തൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഞാനാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഞാൻ കക്കാൻ ഇനിയും ഞാൻ ഒരു 5 കിലോ സ്വർണം കണ്ടിട്ടുണ്ട്. കാരണം 3 മാസമുള്ളൂ. ഇനിയും ഞങ്ങൾ വെക്കാൻ പോവാണ്. സ്വർണം വെക്കാൻ പോവാണ്. ഞങ്ങൾ ഇനിയും അട്ടുമുടിച്ചു തരാം. ഞാൻ കട്ടോളാട്ടോ. പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കഴിയും. ഇപ്പൊ പാലക്കാടിന്റെ മണ്ണില് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ മണ്ണിൽ വന്ന ദിവസം ഡിവൈഎഫ്ഐക്കാര് അവിടെ നടത്തിയ ചില പ്രതിഷേധങ്ങളുണ്ട്. ആ പ്രതിഷേധങ്ങളിലെ ഈ രാഹുലിന്റെ ഫോട്ടോയും കോഴിയുടെ ഫോട്ടോയും ചൂലും അതുപോലെ പലതും എടുത്തുകൊണ്ട് അവർ നടത്തിയ പ്രതിഷേധം, ആ പ്രതിഷേധത്തിന് മറുപടി എന്നുള്ള രീതിയിലാണ് ഇന്നിപ്പോ പാലക്കാടിന്റെ മണ്ണില് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വളരെ ശക്തമായ ഭാഷയിൽ അത് ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങള് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലക്കാട് നടക്കുകയാണ്. ഇതിന്റെ പിന്നില് രാഹുൽ മുന്നണിയിലില്ലെങ്കിലും പിന്നണിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് എന്നുള്ളത് നമുക്ക് പറയാതെ പറയേണ്ടി വരും, അല്ലേ? കാരണം തനിക്ക് എതിരെ എടുത്ത ആയുധം അതേ ആയുധം വീണ്ടും തിരിച്ചെടുത്തുകൊണ്ട് രാഹുൽ പാലക്കാട്ട് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരികയാണ്. ഇവിടെ രാഹുല് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുമോ, സ്വതന്ത്രനാകുമോ, രാഹുൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ മാറ്റി നിർത്തേണ്ടി വരും. എനിക്ക് തോന്നുന്നു രാഹുൽ ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ അയാൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനി അത് മത്സരം എങ്ങനെ, ആരുടെ കൂടെ, ഏത് മുന്നണിയിൽ, ഏത് ചിഹ്നത്തിൽ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകും. അയാൾ മത്സരിക്കാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ആ മത്സരത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോ ചില പ്രചരണങ്ങളിൽ കൂടി അത് ശബരിമലയിലെ അയ്യന്റെ പൊന്ന് കട്ടത് തന്നെ ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുള്ള തീരുമാനം. അതിന്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു ട്രെയിലറാണ് ഇപ്പൊ നമ്മൾ കണ്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇന്നലെ പാലക്കാട് നഗരത്തില് അവിടുത്തെ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് ഒക്കെ നടത്തിയ ഒരു പ്രചരണമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അപ്പോ ഇതിനെയൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തർക്കവും ഇല്ലാതെ എനിക്ക് പറയാൻ കഴിയും അത് രാഹുൽ മാങ്കൂട്ടമാണെന്ന്. കാരണം കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ DCCയുടെ പ്രസിഡന്റ് തങ്കപ്പന്, അതുപോലെ പാലക്കാട്ടെ ചില കോൺഗ്രസിന്റെ നേതാക്കള്, മുതിർന്ന നേതാക്കള്, ഇവരുടെയൊക്കെ ചില പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാ. ആ പ്രതികരണങ്ങളില് അവര് രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുമോ എന്നുള്ള കാര്യത്തിന് ആക്കുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും, സ്ഥാനാർത്ഥിത്വം സീറ്റ് നൽകുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും, സീറ്റ് നൽകില്ല അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാക്കില്ല എന്നുള്ള ഒരു പ്രതികരണത്തിലേക്ക് അവരാരും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ എന്തൊക്കെയോ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങള് ഇപ്പൊ പാലക്കാടിന്റെ മണ്ണിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയ അർത്ഥങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചരണമാണ്. ഈ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് പാലക്കാട് പ്രത്യേകിച്ചും നേരിടാൻ പോകുന്നത് ശബരിമലയിലെ അയ്യന്റെ പൊന്നുകട്ടതുമായ വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും. അതായിരിക്കും മുഖ്യ പ്രചരണ ആയുധം എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ നമുക്ക് തീരുമാനമായിട്ടുണ്ട്. അപ്പോ
രാഹുൽ പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരുപക്ഷെ അത് മാധ്യമങ്ങൾ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ഒരു കവറേജ് അതിന് നൽകുന്നില്ലെങ്കിലും പാലക്കാട് മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ രാഹുൽ വ്യക്തമായ ഇടപെടലുകളും പ്രചരണങ്ങളും ശക്തമായ പ്രവർത്തനങ്ങളും നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിഷേധിക്കാൻ കഴിയില്ല. അത് പല അർത്ഥത്തിൽ പല രീതിയിൽ നമ്മളിലേക്ക് എത്തുന്നില്ല എന്നുള്ള കാര്യം അവിടെ വേറെ. പക്ഷെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അത് വാർത്താ മാധ്യമങ്ങളിൽ വന്നിട്ട് വേണ്ട, രാഹുലിന്റെ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും അവിടെ ചൂടുപിടിക്കാനും അത് അവിടെ ജനങ്ങളിലേക്ക് എത്താനും വേണ്ട കാര്യങ്ങളൊക്കെ രാഹുൽ ചെയ്യുന്നുണ്ട്. പാലക്കാട്ടിന് പുറത്തേക്ക് അത് എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം രാഹുൽ മത്സരിക്കുന്നത് പാലക്കാടാണ്, രാഹുലിന് പ്രചരണങ്ങൾ നടത്തേണ്ടതും പാലക്കാടാണ്, രാഹുലിനെ അഭിമുഖീകരിക്കേണ്ടതും പാലക്കാട്ടെ ജനതയാണ്. അങ്ങനെ വരുമ്പോ അത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഹുലിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ ഇപ്പോ ഈ പറയുന്ന പ്രതിഷേധ പരിപാടി പോലും അത് സംഘടിപ്പിച്ചിരിക്കുന്നതും അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നതും ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കണമെന്നും അതിലെ മുഖ്യമന്ത്രിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ഒക്കെ മാസ്ക് അണിഞ്ഞുകൊണ്ട് അയ്യപ്പന്റെ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ശബരിമലയിലെ അയ്യന്റെ പൊന്നുകൊള്ള ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് കടക്കണമെന്നുള്ളതൊക്കെ അതെനിക്ക് തോന്നുന്നു രാഹുലിന്റെ മാത്രം ഐഡിയയിൽ വരുന്ന അല്ലെങ്കിൽ കരുനീക്കങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഒന്നാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ രാഹുല് കൂടുതൽ ഒരു പ്രചരണങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ തന്റെ കാലയളവിൽ താൻ എന്ത് കാര്യങ്ങൾ ചെയ്തു വെച്ചു എന്നുള്ളത് കൂടി പറയാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി രാഹുൽ നടത്തുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ രാഹുൽ എനിക്ക് തോന്നുന്നു 9-10 വീടുകളുടെ തറക്കല്ലിടൽ കർമ്മം പാലക്കാട് സ്മൈൽ ഭവന പദ്ധതിയുമായിട്ട് രാഹുൽ തുടക്കം കുറിച്ച വീടുകളുടെ നിർമ്മാണങ്ങളുടെ ഒരു പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിന്റെ ഈ താക്കോൽ ആ വീടുകൾ കൈമാറുന്നത് മായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ രാഹുൽ എത്തിച്ചേരുമെന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങള്, ക്ഷേമ പ്രവർത്തനങ്ങള്, തന്റെ ഇടപെടലുകള്, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ MLA എന്നുള്ള രീതിയിൽ രാഹുൽ നടത്തിയിരിക്കുന്ന ഇടപെടലുകളൊക്കെ അത് വലിയ അർത്ഥത്തിൽ പ്രചരണങ്ങൾ നൽകി അതും ഒരു ആയുധമാക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്കാണ് രാഹുൽ കിടക്കുന്നത് എന്നാണ്. അപ്പോ ഒരു ഭാഗത്ത് വികസനം പറയുന്നതോടൊപ്പം മറുഭാഗത്ത് ഈ പറയുന്ന ശബരിമലയിലെ അയ്യന്റെ പൊന്നുകൊള്ള, ആ പൊന്നുകൊള്ളയെ വലിയ അർത്ഥത്തിൽ ചർച്ചയാക്കി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ മുന്നിൽ നയിക്കാനാണ് രാഹുൽ തീരുമാനിച്ചിരിക്കുന്നത് എന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ഇപ്പൊ അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോ എനിക്ക് തോന്നുന്നു രാഹുലിന് പ്രചരണങ്ങൾ ഈസിയായി മാറുമെന്നുള്ളതാണ്. പക്ഷെ അവിടെയും ചോദ്യം ഉയരുന്നത്, രാഹുൽ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ, മത്സരിക്കുകയാണെങ്കിൽ അത് UDFന്റെ കൂടിയായിരിക്കുമോ അതോ സ്വതന്ത്രനായിട്ടായിരിക്കുമോ, ഇനി അതല്ല മറ്റെവിടെയെങ്കിലും ആയിരിക്കുമോ എന്നുള്ള മുന്നണിയുടെ ഭാഗമായിട്ടായിരിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നു PJ കുര്യന്റെ ചില പ്രതികരണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോ അത്തരത്തിലൊരു ചർച്ച കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അതിന്റെ റിസൾട്ട് അത് രാഹുലിന് അനുകൂലമായിരിക്കുമോ പ്രതികൂലമായിരിക്കുമോ എന്നുള്ള കാര്യം അത് കണ്ടറിയേണ്ടത് തന്നെയായിരിക്കും. കോൺഗ്രസ് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള ചർച്ചകൾ നടന്നാലും സ്ഥാനാർത്ഥിയാക്കുമോ എന്നുള്ളത് ഒരു ഫൈനൽ ഡിസിഷൻ അത് എന്തായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അങ്ങനെ വരുമ്പോ ഒന്നില്ലെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് രാഹുലിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളതാണ്, എല്ലാ ആശങ്കകളെയും മാറ്റി നിർത്തിക്കൊണ്ട്. ഇനി അതല്ലെങ്കിൽ രാഹുൽ മേ ബി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിക്കുവാനുള്ള സാധ്യതകളും നമ്മൾ കാണേണ്ടി വരും, അല്ലെ? അങ്ങനെ വരുമ്പോ വലിയ ചോദ്യമാണ്, കോൺഗ്രസ് രാഹുൽ സ്വതന്ത്രനായി മത്സരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് അവിടെ ഒരു കോൺഗ്രസിന് UDFന് സ്ഥാനാർത്ഥി ഉണ്ടാകുമോ, കോൺഗ്രസ് മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ പിന്നീട് വരും. എന്തൊക്കെയാണെങ്കിലും രാഹുൽ പ്രചരണങ്ങളിൽ മുന്നിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ ഒരു പടി കൂടി മുന്നിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് കുറച്ച് നേരത്തെ പ്രചരണം തുടങ്ങിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് പാലക്കാട് നിന്ന് ലഭിക്കുന്ന വാർത്തകൾ. അപ്പോ ഇങ്ങനെ വരുമ്പോ രാഹുൽ മത്സരിക്കുമെന്നുള്ളത് നമുക്ക് തർക്കമില്ലാതെ ഉറപ്പിച്ച് പറയുവാനും സാധിക്കുന്നുണ്ട്. രാഹുൽ അങ്ങനെ തന്റെ വികസന പ്രവർത്തനങ്ങളും തന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും അതോടൊപ്പം ശബരിമലയിലെ അയ്യന്റെ പൊന്നുകൊള്ളകയും ഒക്കെ മുൻനിർത്തി ഒരു പ്രചരണത്തിന് ഇറങ്ങുമ്പോ മറുഭാഗത്ത് ഓഫ് കോഴ്സ് രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങള്
പരാതികള് ഇതൊക്കെ വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോ ഇതൊക്കെ CPM-ഉം BJP-യും പാലക്കാട്ടെ BJP-യും CPM-ഉം ഒക്കെ ഇതായിരിക്കും അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ ആയുധം എന്ന് പറയുന്നത്, പ്രചരണ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയൊക്കെ രാഹുൽ എങ്ങനെ മറികടക്കും എന്നുള്ളതും ഒരു വലിയ ചോദ്യമാണ്. അതോടൊപ്പം ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തില് ഇത്തരത്തിൽ എന്തെങ്കിലും ആരോപണങ്ങളോ പരാതികളോ ഉയർന്നു വരുമോ എന്നുള്ളതും വലിയ ചർച്ചാ വിഷയമാണ്. അപ്പോ അങ്ങനെ വഴിയില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആദ്യഘട്ടത്തില് ആരോപണങ്ങൾ ഉന്നയിച്ചവർ തങ്ങൾക്ക് പരാതിയില്ല, നിയമ നടപടിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്നവര് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പരാതിയുമായി വരുന്നതാണ് നമ്മൾ കണ്ടത്. അതേ ആളുകള് അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള ആളുകള് ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ സ്ഥാനാർത്ഥിയാകുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ ഇനിയും പരാതികൾ ഉണ്ടായേക്കാം. കാരണം പരാതികൾ ആർക്ക് വേണമെങ്കിലും ഏത് ആൾക്ക് വേണമെങ്കിലും പരാതിയുമായിട്ട് മുന്നോട്ട് വരാം. പിന്നെ ഈ കോടതി പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ എത്തണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മേ ബി ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ ഈ പറയുന്ന കാലാവധി കഴിയുമ്പോഴായിരിക്കും മേ ബി കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അപ്പൊ അത്തരത്തിൽ പരാതികളിൽ ഒരു പുകമറയുണ്ടാക്കി ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് അതിലൂടെ രാഹുലിനെ വീഴ്ത്തുവാനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്തുണ്ടായാൽ അതിനെ രാഹുൽ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്.